ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് മൈദ, ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാരവും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെക്കുക. നല്ല വെള്ളം പോലെ ആവരുത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു പാനിൽ ചൂടാക്കി അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന പഴം ഈ മാവിൽ മുക്കിയിട്ട് അതിലോട്ട് ഇടുക. എല്ലാ സൈഡും കവർ ചെയ്തിട്ട് ഇതുപോലെ മുക്കണം. എന്നിട്ട് എണ്ണ ചൂടായിലോട്ട് ഈ മാവ് ഇടുക. എന്നിട്ട് 2 സൈഡും നല്ല പോലെ മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടി മൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്നലെ ബീഫ് ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും പഴംപൊരിയും ബീഫും കൂടിയിട്ടായിരുന്നു ഇന്നത്തെ ഈവനിങ് ടീയുടെ സ്നാക്ക്. പഴംപൊരിയും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഭയങ്കര ഫേമസ് ആയ ഒരു കോമ്പിനേഷനാണ് ഈ പഴംപൊരിയും ബീഫും. അതുപോലെ ഞാൻ എല്ലാം മുറിച്ച പഴവും വറുത്തെടുത്തു. പിന്നെ പഴംപൊരിയും ആ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചായയും കൂടിയിട്ട് കഴിച്ചു. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്.